ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തമ്മിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വിൻറ്റേജ് ജേർണലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ആദ്യത്തെ സോഫ്റ്റ് സ്പോട്ട് ചാനൽ ഞാൻ വിൻറ്റേജ് ജേർണൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ഞാൻ ചായയൊക്കെ കലക്കി അതിൽ മുക്കി പേപ്പറൊക്കെ മുക്കി ഉണ്ടാക്കിയതാണ്. ബട്ട് ഇത് നമ്മൾ ഡ്രോയിങ് പേപ്പേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന സ്ഥലം ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഉമ്മാൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ അങ്ങനെ ടേബിളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മേലെ പോയി ടെറസിൻ്റെ മുകളിൽ കയറിക്കാണ്ട് ഒരു ക്ലോത്തൊക്കെ വിരിച്ച് അങ്ങനെ രാവിലത്തെ സൺലൈറ്റൊക്കെ കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണിച്ചു തന്ന സാധനങ്ങളൊക്കെയാണ് ഇതിന് വേണ്ടത്. ഈ വൾക്രൂ ആ ബ്ലാക്ക് സാധനം ഉണ്ടല്ലോ, അത് വേണമെന്നില്ല. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അതിൻ്റെ കാര്യം എന്താണെന്ന് വയ്യെ പറയാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഡ്രോയിങ് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഡ്രോയിങ് പേപ്പേഴ്സ് തന്നെ വേണമെന്നില്ല. നിങ്ങൾ എൻ്റെ ആദ്യത്തെ സോഫ്റ്റ് സ്പോട്ടിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് വിൻറ്റേജ് പേപ്പർ അങ്ങനത്തെ മോഡൽ ഉണ്ടാക്കണമെങ്കിൽ അത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ അത് പറ്റില്ല, അതൊക്കെ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന മെത്തേഡിൽ ഉണ്ടാക്കായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് A4 ആണെങ്കിൽ A4 ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ വിൻറ്റേജ് മോഡലാകുമ്പം ഇങ്ങനത്തെ ഡ്രോയിങ് പേപ്പേഴ്സ് എടുക്കണമായിരിക്കും ബെറ്റർ. നിങ്ങളൊരു 15 രൂപയുടെ ഡ്രോയിങ് ബുക്ക് വാങ്ങിയിട്ട് അതിൻ്റെ പേജസ് ഇതേപോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ബുക്കിൽ നിന്ന് ഞാനൊരു 15 പീസോളം പേപ്പർ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് ഉണ്ടാക്കും, എന്നിട്ട് ബുക്കിനുള്ളതായിട്ടില്ലെങ്കിൽ പിന്നെ എടുക്കും, അങ്ങനെയാണ്. പിന്നെ ഈ കാണുന്ന നമ്മൾ പഞ്ച് ചെയ്ത ഒരു ഭാഗം, അങ്ങനത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ ഒഴിവാക്കുന്നില്ല. കാരണം എനിക്ക് തോന്നി, ഞാൻ ആദ്യം ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി അത് ഈ വിൻറ്റേജ് മോഡലിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. അപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല. നിങ്ങളത് ഇനി ഇങ്ങനത്തെ ബുക്കാണെങ്കിൽ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഞാൻ ഒരു രസത്തിന് വേണ്ടി അങ്ങനെ വെച്ചു. അത് ഈ കാണുന്ന പോലെ മടക്കിൻ്റെ ശേഷം ഇനി നമുക്ക് മെയിൻ പാർട്ടിലോട്ട് പോകാം. അതായത് ഗ്ലൂ തേക്കൽ. അതായത് നമുക്ക് ഈ ഒരു പേപ്പറിനൊക്കെ ഒരു ബുക്കാക്കണം. ബുക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സ് മിക്ക ആൾക്കാർക്കും അറിയുണ്ടാവും. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ബുക്ക് ഉണ്ടാക്കുമ്പോൾ ക്ലിപ്പില്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ക്രാബോ അല്ലെങ്കിൽ ടിപ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുക. അതൊക്കെ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടിപ്റ്റിക്ക് യൂസ് ചെയ്യാതില്ലാച്ചിട്ട് ബുക്കൊന്നും ഉണ്ടാക്കാതിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ മെത്തേഡൊക്കെ കാണിച്ചു തന്നെ. പിന്നെ ഇങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉണ്ടാക്കാം. പിന്നെ ഇതേപോലത്തെ സാധനമൊന്നും കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കായിരിക്കും ബെറ്റർ. എന്നിട്ട് നമ്മൾ ഗ്ലൂ തേക്കണം. ഗ്ലൂ ആണ് മെയിൻ. ഇതല്ലാതെ സൂചി നൂല് വെച്ചിട്ടുള്ള മെത്തേഡൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഭയങ്കര ടൈം. പിന്നെ ഈ ഗ്ലൂ ആയിട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഗ്ലൂ വേണം. ഗ്ലൂവിൽ നമ്മൾ തീരെ പിശുക്ക് കാണിക്കരുത്. ഈ കാണുന്ന പോലെ അത്യാവശ്യം നല്ല ഗ്ലൂ തേക്കണം. എന്നാൽ അത് അത്യാവശ്യം നല്ല സ്ട്രോങ്ങിൽ നിൽക്കുമല്ലോ. ഇനി നമുക്ക് ബുക്കിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലെതർ എടുത്തിട്ടുണ്ട്. ഈ ലെതർ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതല്ലാതെ നമ്മളെ പഴയ ബാഗിൻ്റെ ലെതറൊക്കെ ഉണ്ടാവല്ലോ, അതിൻ്റെ മുകളിൽ ഉണ്ടാവണം, അതൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം, പഴയത് മാത്രം. അപ്പം ആ ഒരു പഴയത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ജേർണലൊക്കെ ഉണ്ടാക്കിയത്. ഇത് പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു പീസ് കണ്ടു, എടുത്തു, ഉണ്ടാക്കി, അങ്ങനെ ഉള്ളൂ. പിന്നെ ഇതിന് ഞാൻ ചട്ടയിക്കാണ്ട് കവർ പേജിനുള്ള ചട്ടയിക്കാണ്ട് ഞാൻ കാർഡ്ബോർഡ് ഒന്നും എടുക്കുന്നില്ല. അതൊക്കെ എടുത്ത് അവിടെ ഇല്ല, നമ്മൾ പെരിയിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ. അപ്പം അവിടെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ എനിക്ക് തോന്നിയത്. ഞാൻ ഒരു ഡ്രോയിങ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു. കാരണം ഈ ഒരു ലെതറിന് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത്ര പ്രശ്നമില്ല. ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ബുക്ക്, അത് ഞാൻ അത്യാവശ്യം കുറച്ച് ടൈം വെച്ചിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഇതിലോട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കണം. ഇത് ഞാൻ ഇതേപോലെ മടക്കിയിട്ട് ആ വൾക്രൂ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് ഞാനത് ഈ ലെതർ കട്ട് ചെയ്തപ്പോൾ ചെറുതായി പോയി. അപ്പം അങ്ങനെ വൾക്രൂ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി വലുപ്പത്തിൽ, അതായത് ഈ ബുക്കിനെക്കാട്ടിയും അത്യാവശ്യം ഒരു 2-3 സെൻറ്റിമീറ്റർ വിട്ടിട്ടായിരിക്കണം ഇത് കട്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ തീരെ വലുപ്പമില്ല, അതുകൊണ്ട് ഒന്നും കാട്ടാനില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ഒരു പോർഷൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ഇത് കാണിക്കുന്നില്ല. ഞാൻ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ കാണിച്ചു തരാം. ആ വൾക്രൂരൊരിത് അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ആ ബുക്ക് ആസ് യൂഷ്വൽ ഞാൻ ഒട്ടിക്കും. പിന്നെ ഒരുപാട് പ്രാവശ്യം നോക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി. അപ്പോൾ അതുകൊണ്ടൊന്നും ആവണില്ലേ. ഈ കഷ്ടപ്പെട്ട് എന്താണെന്ന് പറയുമോ, ഞാൻ മൂടി തുറന്നിട്ടില്ലേനും. അപ്പോൾ അതെനിങ്ങനെ നെക്കി നിന്നത്. പിന്നെ നമ്മൾ മൂടിയൊക്കെ തുറന്ന് ആ ഒരു ബുക്കിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് 2 സൈഡിലും ഗ്ലൂ തേച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഈ ഒരു പോർഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഗ്ലൂവിൽ തീരെ പിശുക്ക് കാണിക്കരുത്. കാരണം ഈ പോർഷൻ ചെയ്യുന്നത് വരേക്കും ഗ്ലൂ നല്ല അത്യാവശ്യമാണ്. ആ കാർഡ്ബോർഡിന് പകരം നമ്മൾ പേപ്പർ ഒട്ടിച്ചല്ലോ, അതൊക്കെ നമ്മളിങ്ങനെ ഗ്ലൂ തേച്ച് കൈ കൊണ്ട് പരത്തരുത്. കാരണം അത് ഗ്ലൂ അവിടെ കുറഞ്ഞു പോകുകയാണ്. അപ്പം അത് ഒട്ടാതെ ആയി
അതൊട്ടാതെ അവിടെ നിൽക്കും. അപ്പം അത്യാവശ്യം നല്ല ഗ്ലൂ തേച്ചാൽ അത് അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും. അതേപോലെ ബുക്ക് ഒട്ടിക്കുമ്പോഴും ആ സെയിം രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. നല്ല ഗ്ലൂ തേക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ ബുക്ക് ഒട്ടിക്കുമ്പം ബുക്കിൻ്റെ ഒരു ഭാഗം അവിടെ തട്ടുമ്പം അത്യാവശ്യം നല്ല കട്ടിയായിട്ട് വരും. അപ്പം കാർഡ്ബോർഡിൻ്റെ ആവശ്യമില്ല. അപ്പം അത് വെറുതെ നമ്മൾ ഒട്ടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാർഡ്ബോർഡ് വെറുതെ വേണ്ട. അപ്പം ഇപ്പം ബുക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതേപോലെ വേറിട്ട് പോരുന്ന ഞാൻ പറഞ്ഞത്. അതൊക്കെ ഞാൻ പിന്നെ ഇതേപോലെ വെല്ല ചീന്തിയിട്ട് ഞാൻ അവിടെ നല്ലപോലെ നല്ല ഗ്ലൂ തേച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വൾക്രൂ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വൾക്രൂ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് 4ആയി കട്ട് ചെയ്തിട്ട് ഈ കാണുന്ന പോലൊക്കെ ഒട്ടിച്ചെടുക്കുക. ഈ ഫെവിക്കോൾ അത് വെച്ചിട്ട് ഈ ഒരു വൾക്രൂ ഒട്ടിക്കാൻ നിങ്ങൾ വ്യാമോഹിക്കരുത് ഗൈസ്. അതായത് നിങ്ങൾ ആ മറ്റേ ബീഡ്സൊക്കെ ഒട്ടിക്കുന്ന ഒരു ഗ്ലൂ ഉണ്ട്, അതായത് എന്തോ B700 അങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലൂ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് പിന്നത്തെ ഒരു വീഡിയോയിൽ. അത് യൂസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം. ഈ ഒരു ഫെവിക്കോൾ കൊണ്ട് ഒട്ടും ഒട്ടൂല, കാരണം പ്രത്യേകിച്ച് ലെതറും കൂടിയാണ്. പിന്നെ ഈ വൾക്രൂ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനമാണ്, അതുകൊണ്ട് ഒട്ടൂല. പിന്നെ ആ ഗ്ലൂ പറഞ്ഞത് എൻ്റെ വീട്ടിലായിരുന്നു, അവിടെ ഒന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് അതുകൊണ്ടുള്ളൊരു ഓപ്ഷനും ഇല്ല. ഈ വീഡിയോ ഫുൾ എടുത്ത് കഴിയും വേണം. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ക്ലോത്ത്, അതായത് ഈ ഒരു ലെതർ കട്ട് ചെയ്യുമ്പം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കട്ട് ചെയ്യാൻ തന്നെ നോക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ബുക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ലെതർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ജീൻസൊക്കെ എടുക്കാം. ജീൻസ് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ക്ലോത്ത്സൊക്കെ എടുക്കുക. ലെതർ തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പല മോഡലിലും ഞാൻ ലോക്ക് ഉണ്ടാക്കാൻ നോക്കി, ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചുകൊണ്ട് കട്ട് ചെയ്ത് നോർമൽ ബുക്ക് പോലെ ആക്കാന്ന്. ലെതറിനൊരു മാറ്റം ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ ഈ ഒരു കോർണറിൽ ഞാൻ കേവ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു കടയിൽ നിന്നൊക്കെ വാങ്ങി ചെറുതായിട്ടൊരു ഫീൽ കിട്ടും. പിന്നെ എനിക്ക് ഇതിപ്പോൾ പറയാനുള്ളത്, നിങ്ങൾ ഈ ലൈറ്റർ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് കത്തിച്ചെടുത്താൽ നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ കിട്ടും. ഐ മീൻ ആ ഒരു ലെതർമേലെ ഒരു ചട്ടമേലെ അത് അവിടെ മാത്രം മതി. കാരണം ആ ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് ഞാൻ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല. അപ്പം പേജസും ബുക്കും ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഗ്ലൂ തേച്ചാൽ ഇതിലുള്ള പേജസ് ഇളകി പോരുന്നുള്ള പേടി നമുക്ക് വേണ്ട. പിന്നെ നമ്മൾ ഡ്രോയിങ് പേപ്പേഴ്സ് ആണല്ലോ യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള പേജസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാൻ്റെ അടുത്ത് വന്നതിൻ്റെ ശേഷം എത്ര ആഴ്ചയായി, 2 വീക്ക് 3 വീക്കായി ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. ബട്ട് ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഇന്നേ ആയിട്ടുള്ളൂ. അപ്പം ഇന്നെടുത്ത ഈ ക്ലിപ്പാണ്. എൻ്റെ വീട്ടിലെത്തിൻ്റെ ശേഷം എടുത്തിട്ടുണ്ടായിരുന്ന ഓരോ ഭാഗങ്ങളാണ്. അതിൻ്റെ ശേഷം ഞാൻ ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന പെയിൻറ്റിങ് ആണ് ഇത്. ഇതിൽ ഞാനൊരു ജേർണലിങ് ചെയ്യാനാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി ജേർണൽസ് കുറേ ഉണ്ടല്ലോ, അപ്പോൾ ഒരു പെയിൻറ്റിങ് ചെയ്യുന്ന ഒരു ബുക്കാക്കാന്ന്. ഓൾസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്യാനും മറക്കണ്ട. ഓൾസോ നമ്മുടെ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഒരു അടിപൊളി ലോങ് വീഡിയോ ആയിരിക്കും. അതൊരു സ്പെഷ്യൽ ഡേ ആണ്. ഓൾസോ നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ്റ്റ് ചെയ്യാം. അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് അന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.